Assalamualaikum. Welcome to Hadiyat Ramadan, sponsored by Mamoos.com. ഞാൻ നിങ്ങളുടെ അഖ്സിൻ അബ്ദുൽ അസീസ്. ഞാൻ ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ്. ഇന്ന് റമളാൻ 23 ആയിരിക്കുകയാണ്. ഹിജ്റ വർഷം 1436. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ വതുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ വതുഹിബ്ബു ഫഅഫു അന്നി. എന്തായിരിക്കും എല്ലാവരും വിചാരിക്കണം എന്താ ഞങ്ങൾ ഇത് വെച്ച് തുടങ്ങുന്നതെന്ന്. വേറൊന്നുമല്ല, ലൈലത്തുൽ ഖദർ രാവിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ലൈലത്തുൽ ഖദർ രാവാണെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ ഈ ദുആ ചൊല്ലാനാണ്. അതായത് അള്ളാഹുവിനോട് പുറത്തു തരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. So with this wonderful dua, let's welcome you once again to this brand new episode of Hadiyat Ramadan. നിങ്ങൾ വേഗം വിളിക്കുന്ന നമ്പർ 0501496064. യെസ്, ഇന്നത്തെ ഹദീസത്തെ പറഞ്ഞിട്ടില്ല, ഇത്ത എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇത്ത പറഞ്ഞോളൂ. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, ആര് വിശ്വാസത്തോടു കൂടിയും പ്രതിഫല ചായയോടു കൂടിയും റമദാൻ നാളിൽ അതായത് ലൈലത്തുൽ ഖദർ രാവിൽ നമസ്കരിക്കുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. കൂടാതെ വിശ്വാസത്തോടു കൂടിയും പ്രതിഫല ചായയോടു കൂടിയും റമദാൻ നാളുകളിൽ തറാവിഹ് നമസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും എല്ലാം പൊറുക്കപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. Yes, so with this beautiful hadith, we welcome all of you to this beautiful episode of Hadiyat Ramadan. We have our first caller waiting. Assalamualaikum. Walaikum salam. Welcome to Hadiyat Ramadan. Thank you. ഇത് ആരാണ്? ഫൈസൽ ബാബു. ഫൈസൽ ബാബു. ഇത് എവിടെയായിരുന്നു ഇന്നലെ? അത് ആരോ കണ്ണു വെച്ച് തോന്നുന്നു, കാരണം കിട്ടുന്നില്ല. ഞങ്ങള് വേറൊരു ഫൈസലിനോട് ചോദിച്ചത് ഫൈസൽ ബാബു ആണോന്ന്. അവനെ തന്നെ കണ്ണു വെച്ചത്, കിട്ടുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഫൈസൽ ബാബുവിനെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂന്ന്. ഞാൻ കേട്ടിരുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഫൈസൽക്ക് രാത്രി ക്യാമലയില് പോകുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്. ഇക്ക അപ്പൊ ക്വിസിലേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുത്ത് ചോദിക്കൂ കേട്ടോ. അടുത്ത് ഹസൈനാർക്ക് ഉണ്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒട്ടകത്തിനെ കുറിച്ച് പറയപ്പെട്ട സൂറത്ത് ഏതാണ്? ഒട്ടകത്തെ കുറിച്ച് പറയപ്പെട്ട സൂറത്ത്. ഓപ്ഷൻസ് തരാം. സൂറത്തുൽ ബഖറയാണോ, സൂറത്തുൽ അൻആം ആണോ, സൂറത്തുൽ മുജാദിലയാണോ? ഒട്ടകത്തെ പറ്റി പറയുന്ന സൂറത്ത്. സൂറത്തുൽ അൻആം ആണോ, സൂറത്തുൽ ബഖറയാണോ, സൂറത്തുൽ മുജാദിലയാണോ? ഏതാണ്? ഏതാ പറയുന്നില്ലേ? ഉത്തരം പറയുന്നില്ലേ? ഏതാണ് ആൻസർ ഫൈസൽക്ക? സൂറത്തുൽ അൻആം. ഹസൈനാർക്കാണ് പറഞ്ഞെന്നെ. ഒച്ച കേട്ടു. ഹസൈനാർക്ക ഇന്നലെ എനർജറ്റിക് ആണല്ലോ. ഹസൈനാർക്ക ഇന്ന് എന്താ കഴിച്ചത്? എന്താ? ചപ്പാത്തി. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. പെരുന്നാൾ ഡ്രസ് ഒക്കെ എടുത്തോ ഫൈസൽക്ക? പോണോ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ മാതാവിന്റെ പേരെന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ മാതാവിന്റെ പേരെന്താണ്? ഞാൻ ഓപ്ഷൻസ് തരട്ടേക്കാ. ഉമൈമയാണോ, മെഹറുന്നിസയാണോ, ഹമാമയാണോ? ഉമൈമയാണോ, മെഹറുന്നിസയാണോ, ഹമാമയാണോ? ഏതിലൊന്ന് ചൂസ് ചെയ്യാ. ഏതാണ് ഫൈസൽക്ക? ഹസൈനാർക്കാർന്ന് ചോദിച്ചു നോക്കൂ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ക്ലൂ അല്ലെങ്കിൽ ഓപ്ഷൻ തരുവാണെങ്കിൽ ഞങ്ങൾ 3 തരും, പിന്നെ കട്ടാക്കില്ല. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടില്ല അല്ലേ? ഹമാമയാണോ, ഉമൈമയാണോ, മെഹറുന്നിസയാണോ? ഹമാമയാണോ, ഉമൈമ, മെഹറുന്നിസ. ഒന്ന് നോക്കി പറഞ്ഞു. ഉമൈമ, മെഹറുന്നിസ, ഹമാമ. ഏതാണ്? ഹസൈനാർക്ക് ഫുൾ ഫോമിലാണല്ലേ? ഹസൈനാർക്ക് എല്ലാം 6 പറയാണ്, 6 അടിക്കണ ആൻസർ പറയാണ്. ഓക്കെ, ഫൈസൽക്ക് എന്താ ചെയ്യണത്? എന്താ എളുപ്പമുള്ളത് ചോദിക്കാട്ടോ ഇൻഷാ അല്ലാഹ്. ഖുറാനിലെ
എത്ര സജിതകൾ വരുന്ന ആയത്തുണ്ട് കേട്ടില്ല. ഖുർആനില് എത്ര സജിത വരുന്ന ആയത്തുകളുണ്ട്? ഓപ്ഷൻസ് തരട്ടെ? 14 ആണോ 15 ആണോ 16 ആണോ? 15. എന്ത് തോന്നുന്നത്? കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? പറഞ്ഞുറപ്പിക്കട്ടെ. കറക്റ്റ് ആരാ കരയണേ? ഇതാരും പിച്ചിട്ടിരുന്ന് കരയണവരുണ്ട്. കബീർക്കാണോ? സമ്മാനം ഞങ്ങള് വിളിക്കൂ കേട്ടോ. അപ്പൊ സ്റ്റുഡിയോയിൽ സെലക്ട് ചെയ്യണം. ഈ സമ്മാനങ്ങളൊക്കെ എവിടെയാ സ്വരുക്കൂട്ടി വെക്കാൻ പോകുന്നേ? ഞങ്ങള് വിളിക്കാം, ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യൂട്ടോ. ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോ സ്റ്റുഡിയോയിൽ വന്നാണ് കളക്ട് ചെയ്യേണ്ടത്. കിട്ടുക momos.com-ന്റെ അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഓക്കെ, അസ്സലാമലൈക്കും. എന്തോ എന്താ എന്താ ഒന്നും മനസ്സിലായില്ല. പിക്ചർ അയച്ചിട്ട് കരഞ്ഞ് സംസാരിക്കുന്നവരുണ്ട് പറഞ്ഞു കേട്ടത്. ഓക്കെ, ഇനി നമ്മളിപ്പോ വിളിച്ചത് ഫൈസൽ ബാബുക്കെ ആയിരുന്നു. ഇന്ന് അവര് ഫുൾ ഫോമിലായിരുന്നു. അവര് 3 എണ്ണത്തിന് ആൻസർ തന്നിരിക്കുകയാണ്. ഫൈസൽ ബാബുക്ക ആൻഡ് ഹസൈൻ ആരിക്ക. സോ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് വീണ്ടും അവരായിരിക്കാണ്. വി ഹാവ് എ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗ്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഓക്കെ, കോളർ ഡ്രോപ്പ് ആയിരിക്കാണ്. സോ ഫൈസൽ കാ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. കബീർ ഖാനോടും ഹസനാക്കാനോടും ഞങ്ങൾ സലാം പറയുക. ഇന്ന് മുത്തന് അവധിയായിരുന്നല്ലേ, ഫ്രൈഡേ ആയിട്ട്. എന്താ മുത്ത ചെയ്തത്? ഇന്ന് ഓക്കെ, വി ഹാവ് എ കോളർ. അസ്സലാമലൈക്കും. വിടില്ല. അസ്സലാമലൈക്കും. കോൾ ഡ്രോപ്പ് ആയി പോയി. മുത്തിന്റെ വിശേഷം കേൾക്കാനാ തോന്നുന്നു. ഇത്തന്നെ വീട്ടിൽ കാണാറില്ലേ? ഇത്ത ലൈവ് ടിവിയിൽ വരുമ്പോഴാണ് എന്നെ കാണുന്നതിന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നതും. അല്ലെങ്കിൽ ഇത്താരെ വീട്ടിൽ കാണാറില്ല. ഞാൻ കാഫോതി പിന്നെ വീട്ടിൽ ഒരുപാട് ചെയ്തു. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഗുണങ്ങൾ ലൈവായിട്ട് പറഞ്ഞ ഗുണത്തിന്റെ എമൗണ്ട് കുറയും. അതുകൊണ്ട് ലൈവ് ടിവിയിൽ പറയുന്നില്ല. ഞാൻ ഗുണം ചോദിച്ചില്ല, ഞാൻ എന്താ ചെയ്തെന്ന്. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലേ, പറയാൻ പറ്റില്ലല്ലോ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഓക്കെ, കോള് വീണ്ടും ഡ്രോപ്പ് ആവാണ്. വിളിച്ചിട്ട് ടിവിയിൽ ശ്രദ്ധിക്കാതെ കോളിൽ ശ്രദ്ധിക്കൂ കേട്ടോ. ചോദിച്ചോ. അസ്സലാമലൈക്കും. വെൽക്കം ടു ഹദിയത്ത് റംദാൻ. ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യണു. ഇത് ആരേത്? മാലിക്. എവിടുന്നാ വിളിക്കുന്നേ? ഷാർജ. നാട്ടിലെവിടെയാണ്? മാലിക്ക, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മാലിക് എന്ന് പറയുന്ന ഒരു മലക്കുള്ള അറിയില്ലേ? ഷാർജ. കാസർഗോഡ്. ഇത്താക്ക് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. മാലിക് എന്നുള്ള മലക്കിനെ അറിയോന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ശരി, ആരാണ് സഹായിക്കാൻ അടുത്തുള്ളേ? ഇക്കാവ് ടിവിയിൽ ശ്രദ്ധിക്കുകയാണോ? എന്തോ ലാഗ് ഉണ്ട്. ഹലോ മാലിക്ക. കോള് ഡ്രോപ്പ് ആയി പോവും. ടിവി മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് റൂമിൽ പോകും. മര്യാദക്ക് ഇത്താടെ ചോദ്യത്തിന് ഉത്തരം അല്ലെങ്കിൽ ഇത്ത കോള് ഡ്രോപ്പ് ആക്കും. വേഗം മാലിക്ക നെക്സ്റ്റ് റൂമിൽ പോകുക, അല്ലെങ്കിൽ ടിവിയുടെ വോളിയം കുറയ്ക്കും. മാലിക്ക കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ കേൾക്കാതിരിക്കുമ്പോ? ഞങ്ങള് മാലിക്ക, അടുത്ത ആരൊക്കെയാ ഉള്ളത്? മാലിക്ക കോളർ ഓഫ് ആയി പോയി തോന്നുന്നു. ഓക്കെ, നമ്മൾ വിളിച്ച മാലിക്കായിരുന്നു. മാലിക്ക വീണ്ടും ട്രൈ ചെയ്യൂട്ടോ. ഞങ്ങൾ മാലിക്കയുടെ കോളിലായിട്ട് വെയിറ്റ് ചെയ്യും. വിളിക്കേണ്ട നമ്പർ 0501496064 ആണ്. വിന്നറിന് കിട്ടുക momos.com-ന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്. ആരും മറക്കണ്ട, ലൈലത്തുൽ ഖദർ രാവുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലൈലത്തുൽ ഖദർ രാവുകളാകുമ്പോൾ രാത്രി മൊത്തം പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു. കൂടാതെ വീട്ടിലുള്ളവരെയും ഉണർത്തി എഴുന്നേൽപ്പിച്ചിട്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമ്മൾ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരെയും എണ്ണിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കാൻ നോക്കുക. നമ്മളൊരാൾ എഴുന്നേൽപ്പിച്ച് നിസ്കരിച്ച് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യിപ്പിച്ച് ആ ആള് ചെയ്യുന്ന ഗുണവും നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. യെസ്, എല്ലാവരും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് പുറത്ത് സലാത്ത് ചൊല്ലുന്ന വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പുറത്ത് ഒരു സലാത്ത് ചൊല്ലുവാണെങ്കിൽ നമുക്ക് 10 ബ്ലെസ്സിങ്സ് ആണ് കിട്ടുക. സോ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമ്മൾ റമദാനിൽ വരുത്തിയിരിക്കുന്ന കുറെ നല്ല നല്ല ഹാബിറ്റ്സ് നമ്മൾ ഫെർദർ ഓൺ ലൈഫിലും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കണം. കോളർ ഉണ്ട്, കോളർ അസ്സലാമലൈക്കും. കണ്ടോ ഇത്ത പറ്റിക്കാണ്. അസ്സലാമലൈക്കും. ഇതാരാണ്?
ഷജ 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 സ്പെല്ലിംഗ് എന്താ? SHAJAH ഷാജ വിത്തൗട്ട് ആർ. ഷാജഹാൻ എന്നാണ്, പക്ഷെ ഷാജഹാൻ സ്വന്തം പുന്നാരിച്ച് വിളിക്കണയാണോ? ഷദാന്ന പേരില്ലേ? ഷജ എന്ന പേര്. ഷജാന്ന പേര്. എന്ത് ചെയ്യണു? ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. ദുബായിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിലെവിടെയാണ്? കാസർഗോഡ്. മുമ്പ് വിളിച്ചിരുന്നോ ഷാജ? ഷജ ആദ്യമായിട്ട് ഷജാക്ക വിളിക്കുന്നേ? ആദ്യമായിട്ട് വിളിക്കുന്നത്. എന്ത് വെച്ച് ഇത്ര വൈകി പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ? 23 ദിവസം കംപ്ലീറ്റ് ആയി. അത് ശരിയാ. ശരി. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? ഇവിടെയാണോ? ആ ഇവിടെ. വൈഫ് ഉണ്ട്, കുട്ടിയുണ്ട്. എന്താണ് പേര്? ആരെ? വൈഫിന്റെയാണോ കുട്ടീന്റെയാണോ? രണ്ടുപേരുടെയും പേര്. വൈഫിന്റെ പേര് മെഹനാസ്, കുട്ടീന്റെ പേര് ആയിഷ. മെഹനാസ്, ആയിഷ. ഞങ്ങളുടെ സലാം പറയൂ കേട്ടോ അവരോട്. അപ്പൊ ക്വിസിലേക്ക് പോവാ. പോവാം. ഇത്ത ചോദിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടോളൂ കേട്ടോ. പറഞ്ഞോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഖുർആനിന്റെ 1/4 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? 1/4. 1/3 അല്ലാട്ടോ, 1/4. ഓപ്ഷൻസ് തരാം. സൂറത്തുൽ ഇഖ്ലാസ് ആണോ, സൂറത്തുൽ തക്കാസുർ ആണോ, സൂറത്തുൽ മുൽക്ക് ആണോ, സൂറത്തുൽ കാഫിറൂൻ ആണോ? ഏതാണ്? വൈഫിനോട് ചോദിച്ചു നോക്കൂ. ഓപ്ഷൻസ് വീണ്ടും തരട്ടെ. സൂറത്തുൽ കാഫിറൂൻ റൈറ്റ് ആൻസർ ആണ്. ഓ, അത് ആരുടെ ചിരിയാ? വൈഫിന്റെ റൈറ്റ് ആൻസർ ആണ്. സൂറത്തുൽ കാഫിറൂൻ ആണ് 1/4 എന്നറിയപ്പെടുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. യാ അയ്യുഹൻ നബി എന്ന് എത്ര സ്ഥലത്ത് ഖുർആനിൽ നബിയെ പറഞ്ഞിരിക്കുന്നു? യാ അയ്യുഹൻ നബി എന്ന് ഖുർആനിൽ എത്ര തവണ നബിയെ പറഞ്ഞിരിക്കുന്നു? ഓപ്ഷൻസ് തരാലോ. 11 ആണോ, 12 ആണോ, 13 ആണോ? 11, 12, 13 ഏതാണ്? 12. തെറ്റിച്ചല്ലോ ഷാജാഹിക്ക. എന്നിട്ടും ചിരിക്കുവാണല്ലോ. കുഴപ്പമില്ല, ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. ഇക്ക ഇതുപോലെ ചിരിക്കണ പോലെ ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, ഇത്താനോട് ഞങ്ങളുടെ പ്രത്യേക സലാം പറയണേ. ഓക്കെ, നമ്മള് വിളിച്ച ഷജാ ഇക്കയായിരുന്നു. ഇത്തൊക്കെ പേര് പറയുമ്പോ വായിൽ എന്തോ വരികയാണ്. എനിക്ക് ക്ലിയർ ആയില്ല പേര്, അതുകൊണ്ട് ഷജാ വിളിച്ചിരുന്നു. സാരമില്ല, ഇക്ക ആദ്യമായിട്ട് വിളിച്ചതിന് എല്ലാവർക്കും സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്ക് എപ്പിസോഡിൽ ഫുള്ള് ഒരു കോളറേ ഉള്ളൂ. ഇല്ല, ഫൈസൽ ബാബുക്ക് 3 ക്വസ്റ്റ്യൻസ് റൈറ്റ് ആൻസർ പറഞ്ഞു. അതാ പറഞ്ഞ ഒരാളെ ഉള്ളൂ എന്ന്. വിന്നറായി കിട്ടുക mammuz.com അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ്. നെക്സ്റ്റ് കോളർ പറയൂ നോക്കാം. 3 ക്വസ്റ്റ്യൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാമലൈക്കും. ആരാണ്? വലൈക്കും സലാം. കുഞ്ഞു കൊളുത്തി കേട്ടു. ആരാ ഇത്? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാരാ? ഷജീർ. ഷജീർക്ക് എവിടുന്നാണ്? ഫൈസൽ ബാബുടെ. നിങ്ങളെല്ലാ കൂട്ടുകാരും കൂടി സമ്മാനം എടുത്തു വെച്ച ബാക്കി ആൾക്കാരൊക്കെ എങ്ങനെ മേടിക്കുക? അതെ, ഞങ്ങൾ എല്ലാവർക്കും വേണം സമ്മാനം. കിട്ടിയപ്പോ എല്ലാവർക്കും വേണം അല്ലേ? തക്കാസുരായി അല്ലേ? സുഹൃത്ത് തക്കാസുരായി എല്ലാവരും കിട്ടിയിട്ടില്ലല്ലോ. ഷജീർക്കാടെ വീട്ടിലാരൊക്കെയുണ്ട്? ഇവിടെ അച്ഛന്മാരുണ്ട്. ഇവിടെയല്ല, വീട്ടിലെ നാട്ടിലെ വീട്ടില് എല്ലാവരും ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര്. നാട്ടിലെവിടെ? കണ്ണൂർ തന്നെയാണോ? അല്ല, തിരൂർ. ഓക്കെ, അന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടേക്കാ. നേരത്തെ ചോദിച്ച കോളറോട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട, പുതിയത് മതിയില്ലേ? അപ്പൊ ഇത്താത്തൊരു പുതിയ ചോദ്യം ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മള് ലൈലത്തുൽ ഖദർ രാവില്ലേ? ലൈലത്തുൽ ഖദർ രാവ് എത്ര രാത്രികളെക്കാൾ മഹത്വമേറിയതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന്റെ ആൻസർ ലൈലത്തുൽ ഖദർ രാവ് എത്ര രാവുകളെക്കാൾ മഹത്വമേറുന്ന രാവാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻസ് തരട്ടേക്കാക്ക്. 1000 മാസങ്ങളാണോ, 1000 ദിനങ്ങളാണോ, 1000 വർഷങ്ങളാണോ? 1000 മാസങ്ങൾ. റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതൊരു ഒരാൾ മാത്രം കൈകൊട്ടി തന്നെ. ഹസൈനാർക്കായിരിക്കും അല്ലേ? എനിക്കറിയാം. പോസിറ്റീവ് എനർജി അല്ലേ? എല്ലാരും ഹെൽപ്പ് ചെയ്യാൻ മുമ്പിൽ. ഹസൈനാർക്ക് എല്ലാവരുടെയും പുറകിൽ നിന്ന് പുഷിങ് മാത്രമാണ്, വിളിക്കലില്ല. ഒരിക്കലും മാത്രമേ വിളിച്ചുള്ളൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ ചോദിച്ച കോളോടെ ചോദ്യം ചോദിക്കട്ടെ?
ചോദിക്കട്ടെ? വേണ്ട വേണ്ട പുതിയത് വേണ്ട വേണ്ട വേണ്ട, ഇത്താത്തോട് പറയാൻ വേണ്ട വേണ്ട വേണ്ടാന്ന്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആദ്യമേ ജാമ്യം എടുത്തത് ഞാൻ പറഞ്ഞു വേണ്ടെന്നുള്ളത്. എത്ര തവണയാണ് നമസ്കാരത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? സ്ട്രെസ് ചെയ്തിരിക്കുന്ന നിസ്കാരത്തിനെ കുറിച്ച്. ഓപ്ഷൻ ചോദിക്കാൻ ഹസീനാർക്ക് അവിടുന്ന് വിഷം കുത്തി വെക്കാൽ ഓപ്ഷൻ ചോദിക്കുന്ന. ഓപ്ഷൻ തരാൻ മതി. ഓപ്ഷൻ തരാൻ പറയാൻ. ഓപ്ഷൻ തരാലോ. 700 ആണോ, 800 ആണോ, 900 ആണോ? 800. തെറ്റിച്ചല്ലോ. ഇതാര് പറഞ്ഞു തന്നെ? ഇതാര് പറഞ്ഞു തന്നെ? സാരമില്ല, കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹസീനാർക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു, സാരില്ല. അടുത്ത തവണ വിളിക്കണം. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. സാരില്ല കേട്ടോ. വീണ്ടും വിളിക്കണേ ഷജീർക്ക. കോളിനായിട്ട് വീണ്ടും വിളിക്കണേ. ഓക്കെ, അസ്സലാമലൈക്കും. നമ്മളിപ്പോ വിളിച്ചത് ഷജീർക്കായിരുന്നു, ദുബായിൽ നിന്ന്. അപ്പൊ സ്വന്തം റൂമിലുള്ള ഫൈസൽ ബാബുക്ക് മാത്രം ഇതിൽ ഒരെണ്ണം പറഞ്ഞിട്ടുള്ളൂ. കൂടാതെ നമുക്കിപ്പോ ഒരു ഷോർട്ട് ബ്രേക്കിന്റെ ടൈം ആണ്. നിങ്ങൾ promos.com-ന്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടാൻ വേഗം വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 050 14960664. Meanwhile, we'll go for a short break.